ഒരു ജെൻഡർ സ്റ്റഡീസ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുകയും എപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റി പഠിക്കുന്ന ആളുകൾ പുരുഷന്മാരെ പറ്റി പഠിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വുമൻസ് ഡേ ആഘോഷിക്കുന്നത് പോലെ തന്നെ മെൻസ് ഡേ അവർ ആഘോഷിക്കാത്തത് എന്നുള്ളത്. ഇത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു സന്ദർഭമാണ്. മെൻ ഹാവ് അവേർഡ് ഇൻ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ആൻഡ് അല്ലെങ്കിൽ പുരുഷന്മാരെയും കൂടെ അംഗീകരിക്കുന്ന ജെൻഡർ സ്റ്റഡീസ് ആണ് എല്ലായിടത്തും ഉള്ളത്. എല്ലാ വുമൺ സ്റ്റഡീസിലും പുരുഷന്മാരെയും കൂടെ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് അത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ആയിട്ടുള്ള പുരുഷന്മാരെയാണ്. ജെൻഡർ സ്റ്റഡീസ്, വുമൺ സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റുകൾ ഒരു ജെൻഡറിൻ്റെ ഒരു അതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യാനോ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഇടങ്ങൾ അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതങ്ങനെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കാറുണ്ട്. തുല്യത, സമത്വവാദം എന്നുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ട് തുല്യരല്ലാത്ത അല്ലെങ്കിൽ സമത്വം ഇതുവരെയായിട്ടും ലഭ്യമല്ലാത്ത മേഖലകളിൽ മനുഷ്യനെ തുല്യരായിട്ട് കൽപ്പിക്കാനുള്ള തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ വുമൺ സ്റ്റഡീസ് എന്നുള്ളത്. വുമൺ സ്റ്റഡീസിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഇന്റർസെക്ഷണലായിട്ട് അതാത് ഗ്രൗണ്ടുകളെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ കൂടുതൽ വികസന പദ്ധതികൾ, തുല്യതാ മാനദണ്ഡങ്ങൾ, ഇക്വിറ്റി ഷെയറിംഗ് എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കാറുള്ളത്. മെന്നിന് ഇവിടെ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. പക്ഷെ മെൻസ് ഡേ ആഘോഷിക്കുന്നത് ബാക്കിയുള്ളവർ പറയുന്നത് പോലെ പൗരുഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മീശമുറുക്കൽ അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ് വരുന്ന സമയത്ത് അയാളെ ക്ലെയിം ചെയ്യാതിരിക്കൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല അല്ല ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് പ്രത്യേക തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, ചട്ടവട്ടങ്ങളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. അന്താരാഷ്ട്ര പുരുഷ ദിനം, അതായത് IMD ഇന്റർനാഷണൽ മെൻസ് ഡേ 1999 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ഡോക്ടർ ജെറോം ടി. ലെക്സ്ബുക്ക് സ്ഥാപിച്ചതിന് പ്രധാന കാരണം പുരുഷന്മാരെയും ആൺകുട്ടികളെയും ബാധിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനും നല്ല പുരുഷ മാതൃകകളെ ആഘോഷിക്കാനും ഒരു പ്രത്യേക ദിവസം വേണം എന്നുള്ള കാരണത്താലാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണെന്ന് അദ്ദേഹം കരുതി. പുരുഷന്മാരുടെ പ്രത്യേക വെല്ലുവിളികളിലും സംഭാവനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ പ്രത്യേക ദിവസം കൊണ്ട് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിലൊന്നാമത്തെ കാരണം പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നുള്ളതാണ്. ഉയർന്ന ആത്മഹത്യാ നിരക്കുകൾ, പ്രത്യേക രോഗങ്ങൾ എന്നിവ പോലുള്ളവ പുരുഷന്മാരെ കൂടുതലായി ബാധിക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുവാനും സഹായം തേടാൻ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനും ടി. ലെക്സിംഗ് അതിൻ്റെ പ്രത്യേക ആവശ്യകത തിരിച്ചറിയുകയും ഇതിനെ പ്രധാന കാരണമായി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നല്ല പുരുഷ മാതൃകകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തെറ്റായ മാതൃകകൾ മുന്നോട്ട് കൊടുത്ത് സമൂഹത്തിന് മുന്നിൽ പുരുഷത്വം എന്നുള്ളത് തെറ്റായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. നിഷേധാത്മകമായ പൊതുധാരണകളിൽ നിന്ന് മാറി പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകുന്ന സാധാരണക്കാരായ പുരുഷന്മാരുടെ അച്ഛന്മാർ, തൊഴിലാളികൾ, ഉപദേഷ്ടാക്കൾ എന്നിങ്ങനെയുള്ള ആളുകളുടെ പോസിറ്റീവ് സംഭാവനകളെ ഉയർത്തിക്കാട്ടാനാണ് ഈ ഒരു കാരണം വഴി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പുരുഷന്മാരെ ബാധിക്കുന്ന ലിംഗ അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് മൂന്നാമത് അദ്ദേഹം ചെയ്ത ഒരു കാരണം, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്താനുള്ള കാരണം. കുട്ടികളുടെ കസ്റ്റഡി തർക്കങ്ങൾ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, പുരുഷത്വവുമായി ബന്ധപ്പെട്ട സാമൂഹിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പുരുഷന്മാരും ആൺകുട്ടികളും നേരിടുന്ന വിവേചനങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ഒരു കാരണം വഴി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നാലാമതായി ലിംഗബന്ധങ്ങൾ മെച്ചപ്പെടുത്താം എന്നുള്ള കാരണത്താലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എല്ലാ ലിംഗക്കാർക്കുമിടയിൽ പരസ്പര ബഹുമാനത്തിന്റെയും മികച്ച ധാരണയുടെയും അന്തരീക്ഷം വളർത്തുക, അതിനിടയിൽ സമത്വം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നാലാമത്തെ ഒരു കാരണം എന്നുള്ളത്. പുരുഷനായതുകൊണ്ടുള്ള മേൽക്കോയ്മയല്ല, മറിച്ച് എല്ലാ ജെൻഡറും തുല്യമാണ് എന്നുള്ള ധാരണ പുരുഷന്മാരിൽ വളർത്താനും മെൻസ് ഡേ ഉദ്ദേശിക്കുന്നുണ്ട്. നവംബർ 19 അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തതിന് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജന്മദിനം നവംബർ 19 ആയിരുന്നു. തന്റെ രാജ്യത്ത് ഒരു പ്രധാന രാഷ്ട്രീയ ഐക്യത്തിന്റെ പ്രതിസന്ധി പരിഹരിച്ച ദിവസം അനുസ്മരിക്കുന്നതിനായി ലിംഗബന്ധങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക തീയതിയായി അദ്ദേഹം ഈ ഒരു ദിവസത്തെ കണ്ടു. ചുരുക്കത്തിൽ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും അവരുടെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമൂഹത്തിന്റെ ഉന്നതിയിൽ അവരുടെ നല്ല പങ്കാളിത്തം എങ്ങനെ ആഘോഷിക്കണം
എന്നുള്ളതിനും ഒരു പ്രത്യേക ദിനം ആവശ്യമാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ശരിക്കും ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നവംബർ 19 ദേശീയപരമായിട്ടുള്ള ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് അന്താരാഷ്ട്ര പുരുഷ ദിനമായി അദ്ദേഹം തെരഞ്ഞെടുത്തതെന്ന്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അന്താരാഷ്ട്ര പുരുഷ ദിനത്തിനായി നവംബർ 19 തിരഞ്ഞെടുക്കാൻ ഡോക്ടർ ജെറോം ടി ലുക്സിങ്ങിനെ പ്രചോദിപ്പിച്ച ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രത്യേക ദിവസം കായികവുമായും ദേശീയ ഐക്യവുമായി ബന്ധപ്പെട്ടതാണ്. ആ സംഭവം ഇതാണ്. 1989 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പുരുഷ ദേശീയ ഫുട്ബോൾ അഥവാ സോക്കർ ടീം ലോകകപ്പിന് യോഗ്യത നേടാനുള്ള ശ്രമങ്ങൾക്കിടയിൽ രാജ്യത്തുടനീളമുള്ള ലിംഗ, മത, വംശീയ ഭിന്നതകളെ മറികടന്ന് ദേശീയ ഐക്യം കൈവരിച്ച ദിവസമാണെന്ന്. ഈ നിമിഷത്തെ ക്രിയാത്മകമായ പുരുഷ സ്വാധീനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ശക്തമായ പ്രതീകമായി ഡോക്ടർ ടി ലുക്സിങ് കണ്ടു. ഈ പ്രതീകാത്മകമായ ഐക്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നവംബർ 19 തിരഞ്ഞെടുത്തത്. ഒപ്പം അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജന്മദിനവുമായിരുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല മെൻസ് ഡേ ആഘോഷിക്കുന്നത് എന്തിനായിരിക്കും? എന്താണ് മെൻസ് ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തന്നെ അവിടെ പ്രാക്ടിക്കലായി നടക്കുന്നുണ്ടോ? യു ഹാവ് ടു തിങ്ക് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. Thank you and happy Men's Day.